ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ യുഎസും ഇസ്രായേലും ഇറാനും ഒക്കെ ഉള്ള യുദ്ധവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡിസ്കഷൻസിലാണ്. ഏഹ്, എന്തായാലും ആ ടെൻഷനൊക്കെ എത്രയും പെട്ടെന്ന് ഒഴിവായി ലോകം വീണ്ടും സമാധാനത്തിൻ്റെ പാതയിലേക്ക് കുറച്ചെങ്കിലും പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയില്ല എന്താണ് മുന്നോട്ടുള്ളതെന്ന്. പക്ഷേ ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് യുദ്ധത്തിനെക്കുറിച്ചല്ല. യുഎസും ഇറാനും തമ്മിലുള്ള ശത്രുത എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. വളരെ പ്രധാനപ്പെട്ട റോള്. അതായത് ഇറാനില് യുഎസിന്റെ കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ലൈൻ കോൺസുലർ സർവീസസ്, ഡിപ്ലോമാറ്റിക് ചാനലായിട്ടുള്ള കാര്യങ്ങൾ, ഹ്യൂമാനിറ്റേറിയൻ സെക്യൂരിറ്റീസ് ഇഷ്യൂസുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡ് സ്വിസ് എംബസിയിലുള്ള യുഎസ് ഇൻട്രസ്റ്റ് സെക്ഷനിലാണ്. അതാണ് 1980 മുതൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1979 ഇറാനിൽ റെവല്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് യുഎസിന് എംബസി ഉണ്ടായിരുന്നു. പക്ഷേ ഈ റെവല്യൂഷൻ നടത്തിയ ആൾക്കാർ യുഎസ് എംബസി കയറുകയും അവിടെയുള്ള ഡിപ്ലോമാറ്റ്സിനെ തടങ്കിൽ വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്രൈസിസ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതിനുശേഷം യുഎസ്എ ഇറാനിൽ എംബസി ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം 1980 മുതൽ സ്വിറ്റ്സർലൻഡ് ആ റോൾ ഏറ്റെടുക്കുകയും ഏറ്റവും മിനിമം ലെവലിൽ ഇവർ തമ്മിലുള്ള ചാനലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അധികം ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മൾക്ക് എന്തായാലും സ്വിറ്റ്സർലൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് പ്രൊട്ടക്റ്റിംഗ് പവർ എന്നുള്ള ആ ഒരു പ്രൊവിഷനിലാണ് ഈ കാര്യം നടക്കുന്നത്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്വിറ്റ്സർലൻഡ് ഇറാൻ യുഎസിനെ റെപ്രസെന്റ് ചെയ്ത് ഇറാനിൽ നടക്കുന്ന കാര്യം മാത്രമല്ല. നിലവിൽ 8 ഇതുപോലുള്ള 8 മാൻഡേറ്റുകൾ സ്വിറ്റ്സർലൻഡ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇറാൻ ഇൻ ഈജിപ്റ്റ്, അതായത് ഇറാന്റെ കാര്യങ്ങൾ ഈജിപ്തിൽ നടപ്പാക്കുന്നത് സ്വിറ്റ്സർലൻഡാണ്. ഇറാന്റെ കാര്യങ്ങൾ കാനഡയിലും ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡാണ്. അതുപോലെ തന്നെ റഷ്യയുടെ കാര്യങ്ങൾ ജോർജിയയിലും, ജോർജിയയുടെ കാര്യങ്ങൾ റഷ്യയിലും, അതുപോലെ മെക്സിക്കോയുടെ കാര്യങ്ങൾ ഇക്വഡോറിലും, ഇക്വഡോറിന്റെ കാര്യങ്ങൾ മെക്സിക്കോയിലും, അതുപോലെ ഇക്വഡോറിൽ ഇൻ വെനസ്വേല. അപ്പം ഇങ്ങനെ 8 ഓൺഗോയിങ് ആയിട്ടുള്ള മാൻഡേറ്റുകൾ നിലവിൽ സ്വിറ്റ്സർലൻഡ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് നിലവിൽ 1949 ജനീവ കൺവെൻഷനും 1961-63 വിയന്ന കൺവെൻഷനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിലവിൽ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, എന്താണ് ഈ സ്വിറ്റ്സർലൻഡിനെ ഇങ്ങനെ ഒരു റോളിലേക്ക് മറ്റ് രാജ്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാര്യം. കാരണം ഈ പ്രൊട്ടക്റ്റിംഗ് പവർ ആയിട്ടൊരു രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ 2 പാർട്ടീസിന്റെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു റോള് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ 2 രാജ്യങ്ങളിലും കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് സ്വിറ്റ്സർലൻഡ് ആ ഒരു റോളിലേക്ക് വരുന്നത്. അപ്പം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡ് നിലവിൽ ഇങ്ങനെയുള്ള 8 മാൻഡേറ്റുകൾ ഏറ്റെടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിൽ സ്വിറ്റ്സർലൻഡിന്റെ ഒരു ന്യൂട്രൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവര് ഒരു മിലിറ്ററി ബ്ലോക്കിന്റെയും ഭാഗമല്ല. ഇപ്പൊ യൂറോപ്പിന്റെ എടുത്തു കഴിഞ്ഞാൽ നാറ്റോയിൽ സ്വിറ്റ്സർലൻഡ് മെമ്പർ അല്ല. അതുപോലെ 19ാം നൂറ്റാണ്ട് മുതലേ അത്രയും ഹിസ്റ്ററി ഉണ്ട് സ്വിറ്റ്സർലൻഡിന് ഇങ്ങനെ ഒരു ന്യൂട്രൽ കൺട്രി ആയിട്ട് നിലനിൽക്കുന്നത്. വേൾഡ് വാർ 1 സമയത്ത് ആണെങ്കിൽ 36 മാൻഡേറ്റുകൾ സ്വിറ്റ്സർലൻഡ് ഹാൻഡിൽ ചെയ്തു. വേൾഡ് വാർ 2 സമയത്താണെങ്കിൽ 219 മാൻഡേറ്റ് 35 രാജ്യങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോൾഡ് വാറിന്റെ ടൈമിലാണെങ്കിൽ 1974 24 മാൻഡേറ്റുകൾ വരെ ഹാൻഡിൽ ചെയ്ത് ഒരു ചരിത്രം സ്വിറ്റ്സർലൻഡിലുണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ മറ്റൊരു രാജ്യങ്ങളും ഇതിന്റെ ഈ ഒരു റോളിലേക്ക് അധികം പരിഗണിക്കപ്പെട്ടിട്ടില്ല. പ്രധാനമായിട്ടും ഈ 2 രാജ്യങ്ങൾക്കും സമ്മതം വേണം. അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ സ്റ്റാറ്റസും വേണം. പിന്നെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. സ്വീഡന് ഏതോ ഒരു കൊല്ലം 21 മാൻഡേറ്റുകൾ വരെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഞാൻ വായിച്ചത്. അതുപോലെ ഓസ്ട്രിയക്കും വളരെ 6 മാൻഡേറ്റുകളൊക്കെ ഓസ്ട്രിയൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സ്വിറ്റ്സർലൻഡിന്റെ ഈ ജിയോ പൊളിറ്റിക്കലിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചു തരുന്നു. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലം മുന്നേ കാനഡയിൽ ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു
ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പം അന്ന് പോയപ്പം പ്ലാസ്റ്റിക് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെഗോസിയേഷൻ ആയിരുന്നു. അപ്പം അന്ന് പോകുമ്പം ഈ പറയുന്ന ഏകദേശം എല്ലാ രാജ്യങ്ങളും ഉണ്ട്. എല്ലാ രാജ്യങ്ങളും സമ്മതിച്ചാൽ മാത്രമാണ് ആ നെഗോസിയേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു ഫൈനൽ പ്രൊവിഷനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു രാജ്യങ്ങളും വിട്ടുകൊടുക്കുന്നില്ല. ആകെ കോൺഫ്ലിക്റ്റ് യുഎസ് പറയുന്നത് ചൈനയ്ക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ റഷ്യയായിരുന്നു മെയിനായിട്ടുള്ള ഒബ്ജെക്ഷൻ. അപ്പം ആ സമയത്ത് ഈ ഒരാഴ്ചയോളം നീണ്ടു നിന്ന നെഗോഷിയേഷൻ ആയിരുന്നു. അതിന്റെ അവസാനം ഞങ്ങൾ നോക്കുമ്പോൾ ഇത്രയും രാജ്യങ്ങളുടെ ഇടയ്ക്ക് അവിടെ ഒരു ഈവനിങ്ങിൽ പാർട്ടി കൊടുക്കുന്നു. ആര്? സ്വിറ്റ്സർലൻഡ്. അത് ശരിക്കും ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം വരുന്നു. ആ രാജ്യങ്ങളെല്ലാം വന്ന് സ്വിറ്റ്സർലൻഡിന്റെ കൊടിയൊക്കെയുള്ള കേക്കൊക്കെയാണെന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കാനും അത് ഈ പറയുന്ന രാജ്യങ്ങൾ അംഗീകരിക്കാനും അതങ്ങനെ ഒരു കാര്യം ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിന്റെ ഞാൻ നേരിട്ട് അനുഭവിച്ചൊരു കാര്യമാണ്. അന്ന് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും തോന്നി. കാരണം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് പോകുന്നു, അവിടെ അതുപോലെ ഒരു പരിപാടിയിൽ നമുക്ക് അപ്പം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് സ്വിറ്റ്സർലൻഡ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം സ്വിസ് എംബസിയിൽ ഇഷ്ടംപോലെ വർക്കുണ്ട്. അവരെന്തിനാ വേറൊരാളുടെ വർക്ക് എടുക്കുന്നത്? അതുപോലെ ഈ മീഡിയേഷൻ എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ തൊന്തരവാണ്. കാരണം ഇതിനിടയ്ക്ക് കയറിയിട്ട് അവസാനം എന്തെങ്കിലും ഒരു കാര്യം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് സ്വിറ്റ്സർലൻഡിനെ വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പൊ പ്രധാനമായിട്ട് 2 കാരണമുള്ളത് സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ പോളിസി എന്ന് പറയാൻ അവരുടെ ഫോറിൻ പോളിസി തന്നെ ഇന്റർനാഷണൽ പീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 2 രാജ്യങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ആ ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഉണ്ടാകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡ് നിലകൊള്ളുന്നു എന്ന് വേണം പറയാൻ. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് പലരും പ്രധാനമായിട്ടും പറയുന്നത്, ഈ ഈ ഒരു ദൗത്യത്തിലൂടെ സ്വിറ്റ്സർലൻഡിന്റെ സ്വന്തം താല്പര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നു. അതായത് നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ USA, റഷ്യ, അല്ലെങ്കിൽ ഇറാന്, കാനഡ ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷനിലൊക്കെ ഇടപെടുമ്പോൾ ഏറ്റവും ഹൈ ലെവലിലുള്ള ആൾക്കാരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പം സ്വിറ്റ്സർലൻഡിന്റെ താല്പര്യങ്ങളും ഇതിലൂടെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പ്രൊട്ടക്റ്റിംഗ് പവർ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിന്റെ ഒരു റോളിനെ കുറിച്ച്. അപ്പം ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൂഗിളിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയൂ. എനിക്ക് അറിഞ്ഞൊരു ചെറിയ കാര്യം ഷെയർ ചെയ്യുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ സ്വിറ്റ്സർലൻഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എനിക്ക് ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്വിറ്റ്സർലൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ, ഇവിടെ സ്വിറ്റ്സർലൻഡിലേക്ക് എങ്ങനെയാണ് വരുന്നത്, ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് സ്ഥലങ്ങൾ എന്താണ്, ഇവിടെ എങ്ങനെയാണ് വളരെ ചീപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഒത്തിരി ടോപ്പിക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്. വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.